മെഡിക്കൽ കോളേജിലത്തെ 3 ദിവസത്തെ സുഖവാസത്തിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ഒരിക്കലും അവിടെ സെറ്റ് ആവില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങി അവിടെ പോകും. കാരണം എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ പോയപ്പം ഞങ്ങൾക്ക് ബെഡ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബെഡ്മെന്ന് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കളിച്ച് ഞങ്ങൾ ഡിസ്ചാർജ് ആയ അന്ന് രാവിലെ പറഞ്ഞ് പുറത്തേക്ക് കിടക്കണം, നിലത്ത് കിടക്കണം. അപ്പം പേഷ്യൻറ്റിനെ ഏറ്റ് പോകുമ്പം നിലത്ത് കിടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രീതി എങ്ങനെയാണ്. എന്നാലും പക്ഷേ നമ്മൾ കൂടുതലുള്ള ആൾക്ക് അതിന് പറ്റണമെന്നില്ലല്ലോ, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പം ഞങ്ങൾ അവിടുന്ന് സർജറി വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട തീരുമാനിച്ചിട്ട് വീട്ടിൽ വന്നു. 3 ദിവസം കിടന്നപ്പോൾ തന്നെ ഷാക്ക് നല്ല പനി കിട്ടി. എനിക്കും പനി കാര്യങ്ങളൊക്കെ അയച്ച് ഒരു 1 വീക്ക് അങ്ങനെ പോയി. ആ 1 വീക്കിൽ തന്നെ നമ്മൾ വേറെ ഇക്രയിൽ പോയി കാണിച്ചു. അവിടെ കാണിച്ചു, ഡേറ്റ് കാര്യങ്ങളും ഒക്കെ തന്നു. ഇന്നിപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോവാണ്. എന്താണ് ആരാണ് ഒന്നും ഞാൻ വ്ളോഗ് പറയുന്നില്ല, അതെല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ലല്ലോ. ഓരോട് പെർമിഷൻ ഒന്നും ചോദിച്ചിട്ട് ഈ വ്ളോഗ് എടുക്കണമെന്നും താല്പര്യമില്ല. ഐ മീൻ ആരാണ് എന്താണെന്ന് പറയണം താല്പര്യമില്ല. അപ്പം വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ്. എന്താ പറയാനുള്ളത്, മെഡിക്കൽ കോളേജിന്റെ എല്ലാം നല്ലതിന്. ഒന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയതെന്ന് വെച്ചാല് പേഷ്യന്റിനെ കൊണ്ടിട്ട് ഞങ്ങൾ നടക്കണം. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണെങ്കിലും ഒരു സ്കാനിങ്ങിന് പോവാണെങ്കിലും, ഒരു സ്കാനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ളും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കണം. പിന്നെ നമ്മളെ സാധനം ഒരു വാർഡിൽ വെച്ചങ്ങാണ്ട് എടുത്തുള്ളൂ. അവരോട് പറയാന്നല്ലാണ്ട് ചില സ്റ്റാഫിന്റെ ഒക്കെ ധാരണ ഓരോ തന്തമാര് തുറന്നിട്ട് ഹോസ്പിറ്റലിൽ മാതിരിയാണ് അവരൊക്കെ മറ്റുള്ളവരുടെ പേര് പറഞ്ഞത്. അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. പിന്നെ അത് പ്രശ്നമാവും. അങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ പൈസ ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് പ്രൈവറ്റ് പോണതാണ്. പ്രൈവറ്റിൽ തന്നെ ഞങ്ങള് മിക്ക ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഈ സർജറി ചെയ്യാൻ പറ്റിയ കുഴപ്പമില്ല, ഒരു നോർമൽ ലെവലിൽ വരുന്ന ഹോസ്പിറ്റലിൽ ആണ് തോന്നിയത്. അതിന് ശേഷം ക്രസന്റ് ഉണ്ട്. അങ്ങനെ 3-4 ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഏറ്റവും പോകാനും വരാനും ഞങ്ങൾക്കൊരു സുഖം തോന്നിയത് ഇക്ര ആയതുകൊണ്ട് പിന്നെ അവിടെ പോയി കാണിച്ചു. അതിന്റെ വ്ളോഗ് ഞാനൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ പോയതും അതൊക്കെ ഫുഡ് കഴിച്ചതും അത് കഴിഞ്ഞ് ഫിലിമിന് പോയതും ഒക്കെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇന്ന് ഫ്രൈഡേ, സമയത്ത് 11:30 മണിയായിട്ടുണ്ട്, 11:45 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. സാധനങ്ങളൊക്കെ റെഡിയാണ്. പൈതൽ കണിയൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയാൽ അവിടെ വാർഡായാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വൃത്തിയും കാര്യങ്ങളും ഉണ്ടാവും. എന്തായാലും നമുക്ക് ബെഡും ഉണ്ടാവും. അതിനെ കൊണ്ട് വാർഡായാലും പ്രശ്നമില്ല. ഇനിയിപ്പം കൂടെ നിൽക്കുന്ന ആൾക്കാർക്കായാലും വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫുഡിൻ്റെതായാലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റൂമിലേക്കൊക്കെ എത്തിച്ചേരും എന്നൊക്കെ കണ്ടു. ഇതൊന്നല്ലല്ലോ, ഫുഡ് വാങ്ങാനും നമ്മൾ പോകണം. എല്ലാത്തിനും നമ്മൾ തന്നെ ഓടുമ്പം രണ്ടാളും സൈഡായി പോയി. 3 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് എന്താണെന്ന് പഠിച്ചു. ഇനി ആ ഭാഗത്തേക്ക് പോകില്ലാന്ന് പറയുന്നില്ല, അതൊക്കെ ഓരോ സിറ്റുവേഷനനുസരിച്ചാണല്ലോ പോകലും വരലൊക്കെ. പോകില്ലാന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പൈസ ഉണ്ടെങ്കിൽ പോകും, പൈസ ഇല്ലെങ്കിൽ പോകണം ആ സിറ്റുവേഷനൊക്കെ. പക്ഷെ പൈസ ഇല്ലാന്ന് വെച്ചിട്ട് എന്താണ് തീരെ പൈസ ഇല്ലായൊന്നുമില്ല. ഇപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരു 500 റുപ്യന്റെ ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു 200-100 ആ ഒരു റേഞ്ചിൽ വരും. എന്തായാലും പൈസ ഉണ്ട്. പിന്നെ ഏത് കാർഡാ? റോസ് കാർഡ്, APL-ന്, BPL-ന്. BPL-കാർക്ക് പിന്നെ അങ്ങനത്തെ പൈസ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവിടെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും ചേഞ്ച് ചെയ്യാനൊന്നും പോകുന്നില്ല. അവർക്ക് വേണേ വന്നാൽ മതി, നിർബന്ധമൊന്നുമില്ല. പക്ഷെ പ്രൈവറ്റ് ആകുമ്പോൾ അതിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അതിനനുസരിച്ച് കെയറിങ്ങും കാര്യങ്ങളൊക്കെ തരും ചെയ്യും. അതാണ് ഇതിന്റെ രണ്ടിനും നല്ല ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും 3 ദിവസം അന്ന് അവിടെ നിന്നതിന് ശേഷം ഇനിയും 3 ഡോക്ടർമാരെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറെ വെച്ച് ഒരു ദിവസമേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ബുക്കിംഗ് എടുക്കണം, OP എടുക്കണം. പിന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആവും. പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ടെസ്റ്റിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം എന്തായാലും ഒരു ഡോക്ടർ. അങ്ങനെ പിന്നെയും
നമ്മളെ സർജറി കാര്യങ്ങളൊക്കെ നീണ്ടു പോവുകയാണ്. അത്രയും ദിവസം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓടാൻ പറ്റില്ല. അതിനെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇക്രയിൽ പോയി ഓരോ ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാവിലെ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തി. 3 മണിയാകുമ്പോഴത്തേന് എല്ലാ ഡോക്ടറും കണ്ട് പരിപാടിയും കഴിഞ്ഞ്. അതാണ് രണ്ട് തമ്മിലൊരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പം എന്തായാലും ഇന്നത്തെ പോയി നോക്കാം. എല്ലാം കൂടി ഒറ്റ വ്ളോഗായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക. എത്ര ദിവസം ഉണ്ട് എന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ അറിയില്ലല്ലോ. അപ്പം ഇന്ന് പോയിട്ട് 2-3 ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് സർജറിൻ്റെ കാര്യങ്ങളും ഇനി നാളെ ചെയ്യുമോ അല്ലെങ്കിൽ ഇനി മറ്റന്നാളാണോ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും പറയുന്നു, വെൽക്കം ടു അനദർ വ്ളോഗ്. ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ പേര് കാണുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളിതാ ഒരു പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹോട്ട് വീൽസിൻ്റെതും പ്രീമിയം ഡൈകാസ്റ്റ് കാർ, ഇമ്പോർട്ടഡ് കാർസിൻ്റെ ഒക്കെ ഒരു പേജ് സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഡൈകാസ്റ്റ് കപ്പിൾ കളക്ഷൻസ് ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഡെയിലി അപ്ഡേറ്റ് ചെയ്യലുണ്ട് ആ പേജിൽ. അപ്പം ആർക്കെങ്കിലും അത് ഇപ്പം എല്ലാവർക്കും അതിനോടൊരു ക്രേസ് വന്നിട്ടുണ്ടല്ലോ, കുറേ കാലമുണ്ട് മുന്നേ ഉണ്ടത്. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ അല്ലേ, ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ തന്നെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യലുണ്ട്. ഇനിയിപ്പം കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇടണം. അതൊക്കെയാണ് ഇനി പരിപാടികളൊക്കെ. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പുതിയൊരു സ്റ്റാർട്ടപ്പാണ്. വലിയ വീഡിയോസ് ഇന്ന് വേഗം പോയിട്ട് വേഗം തിരിച്ചു വരാനുള്ള ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളോട് പറഞ്ഞത് ഒരു 1 മണി 12:30 ആ ഒരു ടൈമിങ്ങേനു പറഞ്ഞിരുന്നത്. ആ ടൈമിങ്ങിന് പോയത് വലിയ തിരക്കുമില്ല. പിന്നെ വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കാലിയായിരുന്നു. പിന്നെ വെള്ളിയാഴ്ച പൊതുവെ ഇപ്പോൾ പള്ളി പോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ടൈമിൽ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല സാധാ ഫുഡും കണ്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഇവരൊരു ബ്രാഞ്ച് ഉണ്ട് എരഞ്ഞിപ്പാലത്ത്, അവിടേക്കാണ് ഇന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം എന്നാണോ ഡേറ്റ്, ഞങ്ങളത് പിറ്റേന്നായിരുന്നു, സാറ്റർഡേ ആയിരുന്നു ഡേറ്റ് കിട്ടിയത്. അപ്പം അന്ന് ഓപ്പറേഷൻ്റെ കുറച്ച് ടൈം മുന്നേ ആയിട്ട് ഇങ്ങോട്ട് വരുന്നതായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഇതാ വരെ ബ്രാഞ്ചിൽ എരഞ്ഞിപ്പാലം ഒരു ബ്രാഞ്ചുണ്ട്, അവിടേക്ക് പോയി. നല്ല റൂമും കാര്യങ്ങളും വൃത്തിയൊക്കെ. ഹോസ്പിറ്റലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്. ഇത്രയും എല്ലാവർക്കും അറിയാലോ. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ എത്തി റൂമൊന്ന് വിശദീകരിച്ച് നോക്കിയതിന് ശേഷം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ എഴുതിയിട്ടുണ്ട് SHEEP ഷീപ്പ്. കാണില്ലേ? ഓക്കെ. പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. പിന്നെ ഷാ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ചു. അതിന് ശേഷം പിന്നെ ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഷാ പോയി. പിന്നെ ഇതന്നെ ക്ലാസ് എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു 5 മണി 5:30 വരെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരത്തെ ചായ വാങ്ങാനും തൊട്ടടുത്ത് തന്നെ അതിനുള്ള ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഫുഡ് മെയിൻ കോഴ്സ് കാര്യങ്ങളൊന്നും കിട്ടുന്ന ഇതൊന്നും സംഭവങ്ങളൊന്നുമില്ല. അതിനുകൊണ്ട് ചായയൊക്കെ വാങ്ങാൻ പോയി. ചായയും ഞാൻ പിന്നെ പപ്സൊക്കെ വാങ്ങിച്ചു. അത് വന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ ഇതേമാതിരി ഫോണിൽ കളിക്കുക, അതൊക്കെ തന്നെ പരിപാടി. ക്ലാസ് പിന്നെ നൈറ്റിൽ പിന്നെ ക്ലാസ് എടുക്കാൻ നിന്നിട്ടില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നേഴ്സുകാർ ഓരിങ്ങനെ വന്ന് ഓരോ ചെക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരുമല്ലോ. അതിനുകൊണ്ട് പിന്നെ ക്ലാസ് എടുക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ നൈറ്റിലായപ്പം ഫുഡ് കഴിക്കാൻ അതിൻ്റെ അടുത്തായിട്ട് മെയിൻ അങ്ങനത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നിട്ട് മാറിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ഫുഡ് കിട്ടുകയുള്ളൂ. അങ്ങനെ മലബാർ ഹോസ്പിറ്റൽ അതിൻ്റെ അടുത്ത് തന്നെയാണ്, എരഞ്ഞിപ്പാലം തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഇതേമാതിരി 3-4 ഷോപ്പുകളുണ്ട്. പിന്നെ കുറച്ച് ലേറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്തു. മറ്റേ ഇവിടെ ഹോസ്പിറ്റലിലാകുമ്പോൾ പിന്നെ എന്തായാലും ക്യാൻറ്റീന് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ അവിടെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു കടലൊക്കെ ഇങ്ങനെ വെക്കുന്ന ഒരാളെ കണ്ട് കടലൊക്കെ വാങ്ങി
വാങ്ങിയിട്ടാണ് വന്നത്, കഴിക്കാമല്ലോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കിടന്നുറങ്ങി. ഇനി നെക്സ്റ്റ് മോർണിംഗ് രാവിലെ എണീറ്റു. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താണ് എപ്പോഴാണ് ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായാലും എന്തായാലും പോകണം. അപ്പം പിന്നെ ഒരു ചെറിയ ഗെറ്റ് റെഡിയൊക്കെ ചെയ്തു. വീഡിയോ ഒന്നുമില്ല, ഇങ്ങനെ ജസ്റ്റ് നമ്മൾ മിറർ അതായിരുന്നു നമ്മളെ വലിയ മിറർ, അത് വെച്ച് ഞാനിങ്ങനെ ഒന്ന് സൺസ്ക്രീം പൗഡർ അങ്ങനത്തെ നോർമൽ സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല ക്ഷീണമുണ്ടായിരുന്നു. വലിയ ഉറക്കം നല്ലപോലെ ആണോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സുഖമുള്ള ഉറക്കമൊന്നുമില്ല, ഇനി തട്ടിക്കുട്ടിയുള്ള ഒരു ഉറക്കമായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആസ് യൂഷ്വൽ നമ്മൾ അവിടെയുള്ള 3-4 ഹോട്ടൽ നോക്കി അങ്ങനെ ഒരു സ്ഥലത്ത് കയറി ഫുഡൊക്കെ കഴിച്ചു. വന്നതിൻ്റെ ശേഷമാണ് ഇന്നലെ വാങ്ങിയ കടലുള്ള കാര്യം ഓർമ്മ വന്നത്. നോക്കിയപ്പോൾ അത് തണുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും വീട്ടിലെത്തിയിട്ടേ തിന്നാൻ പറ്റുള്ളൂ. തണുത്ത് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മളെ കയ്യിൽ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നേഴ്സ് വന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ വണ്ടി വരും, പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു 1 മണിക്കായപ്പോഴാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ വരും പോകാനായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ പിന്നെ സമയമായപ്പം ഓരോ വണ്ടി വന്നു. പിന്നെ നേരെ പോയത് ഹോസ്പിറ്റലിലേക്ക്. അവിടുത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു നീണ്ട പ്രൊസീജിയർ ആയിരുന്നു. അന്ന് ഫുഡും കഴിച്ചിട്ടില്ല, ഒരു കഥയായിരുന്നു അന്നത്തെ. എങ്ങനെയായാലും പേഷ്യൻറ്റിൻ്റെ അടുത്ത് 2 ആൾ തന്നെ വേണം, അല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനൊന്നും വേറെ ആരും ഇല്ലല്ലോ. അതിനെക്കൊണ്ട് അന്നത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരു കഥയായിരുന്നു. പിന്നെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓപ്പറേഷന് സർജറിക്ക് വേണ്ടിയിട്ട് കയറ്റുമ്പോൾ തന്നെ ഒരു 3-3:30 ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പ വന്നിരുന്നു. അപ്പോൾ ഉപ്പ വന്ന് ഓപ്പറേഷൻ്റെ അതൊന്ന് കഴിഞ്ഞ് ഓക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒന്ന് വീട്ടിലേക്ക് വന്നു ഫ്രഷ് ആവാനും. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു. പിന്നെ ഫ്രഷ് ആവലും പണികളും കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്യലും ഒക്കെ തീർത്ത് ഒന്ന് തീർന്ന് കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമാധാനമാവില്ലേ. അത് വിചാരിച്ച് ഒന്ന് വീട്ടിൽ വന്ന് ഫ്രഷ് ആവലും പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ളതിൽ ഞങ്ങൾ നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. അന്ന് ഞങ്ങളുടെ അവിടെ വരാന്തകളിലായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങിയത്. കുറേ സീറ്റിട്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെയായിരുന്നു അന്ന് കിടന്നുറങ്ങിയത്. അങ്ങനെ രാവിലെ വരെ നേരം വിളിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വിളിക്കും കേട്ടോ, ഓരോരോ ആവശ്യത്തിന് വിളിക്കും, മൈക്കിലൂടെ ഇങ്ങനെ വിളിക്കും. അപ്പം നമ്മൾ പോയാൽ മതി. ആ ഒരു ടൈം ആകുമ്പം ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. ആ ടൈമിൽ മാത്രം നമ്മൾ പോയാൽ മതി. പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ആ വെയിറ്റിംഗ് ഏരിയ പോലത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഇരിക്കുക. അവിടെ തന്നെ ഫ്രഷ് ആവാനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ രാവിലെ ഫ്രഷ് ആവലും നേരത്തെ തന്നെ, ഉറക്കമൊന്നും റെഡി ആവാത്തത് കൊണ്ട് നേരത്തെ തന്നെ അവിടെ നിന്ന് നീറ്റു. ഒരു 6 മണിയാകുമ്പോഴത്തേന് നമ്മൾ ഫ്രഷ് ആവലും പണികളൊക്കെ തീർത്തിട്ട് വേഗം ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ പേഷ്യൻറ്റിനുള്ള എന്തെങ്കിലും സ്നാക്സ് കിട്ടില്ല, ചായ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 9:30-10 മണിയാകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അവിടെ ജനവാതിലുണ്ടായിരുന്നു, കർട്ടനും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല വെളിച്ചടിക്കുന്ന നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കർട്ടൻ ഇടണമല്ലോ, ഓരോട് പറയണമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കി തിരിയലും അത് അയിമലൊരു ഏരി. അങ്ങനെ പിന്നെ നേഴ്സിനെ വിളിക്കലും ഓരോ വരലും അതൊക്കെ പിന്നെ ഒരു കഥയായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ എലിയെ പിടിച്ചിരിക്കുന്നു. എലിയെ പിടിച്ച ക്ഷീണത്തിൽ നമുക്ക് 2 പേർക്കും ഭയങ്കര ടയർഡായിരുന്നു. അതിൻ്റെ വൈത്തലോടി എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. രാവിലത്തെ ഫുഡ് കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണമല്ലോ, അത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ക്ലാസ് എടുക്കുക, അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളും, പിന്നെ ഫുഡ് കഴിക്കുക, യൂട്യൂബ് കാണുക, അതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ അതേമാതിരി നഴ്സ് വരും, എന്തെങ്കിലുമൊക്കെ ചോദിക്കും, അതിന് റിപ്ലൈ കൊടുക്കും, വേറെ ഒന്നുമില്ലായിരുന്നു. ഇങ്ങനെ അന്നത്തെ ദിവസം ഇങ്ങനെ തള്ളി നീക്കുക അതിനായിരുന്നു. ഇങ്ങനെയാണ് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ദിവസം തള്ളി നീക്കാൻ രസമാണോ ചോദിച്ചാൽ വലിയ രസമെന്നുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ അങ്ങനെയൊക്കെ എന്തെങ്കിലും പുറത്തിറങ്ങാമെന്നല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ലായിരുന്നു.
അങ്ങനെ അന്നത്തെ ദിവസം ഇങ്ങനെ തള്ളി നിൽക്കും. പിന്നെ ഈവനിങ് ആവും ചായ കുടിക്കാൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഫോണിൽ കളിക്കുക, പിന്നെ 2-3 ക്ലാസ്സൊക്കെ എടുത്തു, പിന്നെ അതാ പുറത്തേക്കൊക്കെ ഇരിക്കുക, അതൊക്കെ തന്നെയായിരുന്നു പണി. പിന്നെ വൈകുന്നേരം എൻ്റെ ഉമ്മയും വന്നിരുന്നു, പിന്നെ സിസ്റ്റർ വന്നിരുന്നു. അങ്ങനെ ഓരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേമാതിരി വീണ്ടും ചായ വാങ്ങാൻ പോകും, എല്ലാം വെള്ളം വാങ്ങാൻ പോകും. പിന്നെ നൈറ്റിൽ എൻ്റെ ഉമ്മയും വരുമ്പം ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു, നല്ല ബിരിയാണി കൊണ്ടുവന്ന്. അപ്പം നമ്മൾ ഫിലിമൊക്കെ കണ്ടിരുന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കിടന്നുറങ്ങി, പിന്നെയും രാവിലെയായി, ഫുഡ് കഴിക്കുന്നു, പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പിന്നെ ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. ഡോക്ടർ വന്ന് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇന്ന് ഡിസ്ചാർജ് ആവാമെന്ന് പറഞ്ഞു. പിന്നെ ഇനി ഓരോ വീക്കിൽ നെക്സ്റ്റ് മൺഡേ ആണ് വരാൻ പറഞ്ഞത്. സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നെക്സ്റ്റ് മൺഡേ വരാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ചെറിയ എന്താണ് പറയുക, അതിന് റിവ്യൂ കാര്യങ്ങളൊക്കെ എഴുതുന്നൊരു പേപ്പറൊക്കെ തന്നിരുന്നു. അപ്പം ഞാൻ കാര്യമായിട്ട് അത് എഴുതി കൊണ്ടിരിക്കുക, ഓരോ റിവ്യൂ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് ആകുമ്പം അതിൻ്റെ ചില്ലറ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ പോകാം. അതൊക്കെ തന്നെയായിരുന്നു അന്നത്തെ പരിപാടി. പിന്നെ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കുക, ടൈം നമ്മൾ കറക്റ്റ് ഫുഡ് കഴിക്കണം, അതാണ്. പിന്നെ വൈകുന്നേരം ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, ചായ കുടിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പം നമ്മൾ ഡിസ്ചാർജിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ ഡിസ്ചാർജിന് എഴുതിയിട്ടുണ്ടെങ്കിലും ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെയായാലും നല്ല ലേറ്റ് ആവും. അത് എല്ലായിടത്തും ഉള്ളതാണ്. വൈകുന്നേരം ഡിസ്ചാർജ് കഴിഞ്ഞ് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് വീട്ടിലെത്താൻ എന്തായാലും നൈറ്റിലാവും. അങ്ങനെ അന്നത്തെ വ്ളോഗും നമ്മൾ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെ ഇതോടെ അവസാനിക്കുകയാണ്. ഇനി ഹോസ്പിറ്റൽ വിശേഷങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നിട്ടല്ല, പിന്നെ നമ്മളെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണമല്ലോ. അതിനെക്കൊണ്ട് ഹോസ്പിറ്റൽ വിശേഷങ്ങൾ ഇതോടെ അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് വരെ. ഇതുപോലത്തെ വീഡിയോസ് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മൾക്ക് 2 പേർക്കും എല്ലാവർക്കും ദുആ ചെയ്യാം. ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.